ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അമീഷിൻ്റെ മേലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് അമീഷ്. യഥാർത്ഥ പേരല്ല. 27 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായി. എൻ്റെ കഥ ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങാം. +1 മുതൽ ഞാൻ കെമിസ്ട്രിക്കും മാത്സിനും ഒരു ടീച്ചറിൻ്റെ അടുത്ത് ട്യൂഷന് പോകുന്നുണ്ട്. ടീച്ചർ എന്ന് പറയുമ്പോൾ അവർ കോളേജിലൊക്കെ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിച്ചാണ്. ഭർത്താവ് തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഭർത്താവിൻ്റെ അമ്മയ്ക്ക് കുറച്ച് കുഴപ്പമുണ്ട്, പിന്നെ ഒരു മകനുമുണ്ട്. എന്തായാലും ജോലിക്ക് പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷനല്ല അവർക്ക്. അതുകൊണ്ട് അവർ വീട്ടിൽ തന്നെ ട്യൂഷൻ സെൻറ്റർ തുടങ്ങുകയായിരുന്നു. വർഷങ്ങളായിട്ട് അവിടെ ട്യൂഷനുള്ളതാണ്. ഞാനും അങ്ങനെ പോകാൻ തുടങ്ങി അവരുടെ അടുത്ത്. നല്ല ടീച്ചറാണ്, കാണാൻ സുന്ദരിയാണ്, ചെറുപ്പവുമാണ്. പിന്നെ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. നമ്മളോടൊക്കെ നല്ല സ്നേഹമാണ്. വൈകുന്നേരം ചെല്ലുന്ന കുട്ടികൾക്ക് ഇത്തിരി കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഇട്ട് കൊടുക്കുകയും പുള്ളിക്കാരുടെ പതിവാണ്. എന്തെങ്കിലും പലഹാരമുണ്ടെങ്കിൽ അതും തരും. അങ്ങനെ പ്രത്യേകതര ഇൻട്രസ്റ്റാണ് അവർക്ക്. നമുക്ക് അവരോട് വളരെ താല്പര്യം തോന്നും. സുന്ദരി ആയതുകൊണ്ട് ചെറുപ്പകാലത്ത് നമുക്കും ഒരിക്കൽ തോന്നുമല്ലോ, അതെനിക്കെന്ന് അവരോടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ പഠിക്കുന്ന പല ചെക്കന്മാർക്കും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കും അവരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുന്നു, സാരി ഉടുക്കുന്നു, ബ്ലൗസിൻ്റെ ചില പ്രത്യേക പാറ്റേൺസ്, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ട്യൂഷൻ എടുക്കാറുണ്ട്. അത്രയ്ക്കും വലിയ വിദഗ്ധയാണവർ. എന്തായാലും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ടീച്ചർ തന്നെയാണ്. ഞങ്ങൾ അവരുടെ വീടിന് മുന്നിൽ ചെറിയൊരു ഗ്രൗണ്ടുണ്ട്. അവിടെ അവധിവസങ്ങളിൽ പോയി കളിക്കാറുണ്ട്. മുതിർന്ന ആൾക്കാരും അവിടെ കളിക്കാറുണ്ട്. അവരുടെ വീടിന് തൊട്ട് ചേർന്നാണല്ലോ ഈ കളിക്കളം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ അവിടെ പോകാറുമുണ്ട്. ടീച്ചറോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ മകനോ ഒക്കെ ഞങ്ങൾക്കത് എടുത്തു തരികയും ചെയ്യും. അങ്ങനെ നല്ലൊരു ബന്ധമാണ് അവരുമായിട്ട്. ഒരു വട്ടം ക്രിസ്തുമസിൻ്റെയോ മറ്റോ അവധിയാണ്. ആ സമയത്ത് കുട്ടികളെല്ലാം അവിടെ കളിക്കാറുണ്ട്. അങ്ങനെ ഞാനും ഒരു 4 മണിയായപ്പോഴേക്കും അവിടെ കളിക്കാൻ ചെന്നു. പക്ഷേ ആരും വരുന്നുണ്ടായിരുന്നില്ല. വേനൽക്കാലമല്ലേ. പക്ഷേ അപ്രതീക്ഷിതമായി പെട്ടെന്ന് മേഘം ഇരുണ്ടു കൂടുകയും മഴ ചാറുകയും ചെയ്തു. ഞാനിപ്പോൾ എന്തെന്ന് വെച്ചാൽ അവിടെങ്ങും ഇരിക്കാൻ സ്ഥലമില്ലല്ലോ. ഞാൻ ഓടിക്കേറി ഇവരുടെ വീടിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്നു. മാഡം, മഴ ഇത്തിരി കൂടി കനക്കാൻ തുടങ്ങി. ഞാനങ്ങനെ മഴ തൊടുന്നു പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോഴുണ്ട് തൊട്ടപ്പുറത്തെ മുറിയിൽ എന്തൊരു ശബ്ദം പോലെ. ഞാൻ കാതോർത്തു. അപ്പോൾ ആ ശബ്ദം കൂടിക്കൂടി വന്നു. ആർക്കോ എന്തോ അപകടം പറ്റി അലയ്ക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പന്തിയല്ല, ഇങ്ങനെയൊക്കെയാണ് അലയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു പ്രത്യേക കൗതുകം തോന്നി. എന്തായാലും ഇതിപ്പോൾ 5-6 മിനിറ്റായിട്ട് ആ ആ ആ എന്നലയ്ക്കോ ആരെങ്കിലും. അപ്പോൾ അപകടമൊന്നും പറ്റിയതല്ല, ടീച്ചറിൻ്റെ ശബ്ദമല്ലേ എന്നെനിക്ക് തോന്നി. ചെറുപ്പമല്ലേ മാഡം, എന്തോ ലേശം കൗതുകം കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചുവരിൻ്റെ അതിലേക്കൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ മഴ നനയാതെ അങ്ങോട്ടേക്ക് മാറി നിന്നു. ഓ, ഈ മുറിയിൽ നിന്നല്ല, തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഞാനും കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു കതക് ഇത്തിരി തുറന്നു കിടക്കുകയാണ് ജനലിൻ്റെ. പക്ഷേ അതിന് മുൻവശത്ത് വലിയൊരു മതിലുമാണ്. മഴ ചാറുന്നുണ്ടെങ്കിലും ഇപ്പോഴെനിക്ക് ചേച്ചിയുടെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാം. മോനെ, വിച്ചുമോനെ, എടാ എന്ന് വരുവാടാ ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു ചെക്കൻ മൂളുന്ന പോലെ എനിക്ക് തോന്നി. ആരാണ് വിച്ചുമോന്? അവരുടെ മോനൊന്നുമല്ല, അവൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ്റെ പേര് വിച്ചു എന്നൊന്നുമല്ല. ഇവിടെ അടുത്തെങ്ങും വിച്ചുമോൻ എന്ന് പറഞ്ഞാൽ ആരുമില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അകത്ത് എന്താ നടക്കുന്നതെന്ന് ഏകദേശം ഒരു ഉത്ബോധം കിട്ടി. ഇനിയിപ്പോൾ അന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ഞാനാണെങ്കിൽ ജനലിൻ്റെ അവിടെ ചെന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി. പക്ഷേ ജനലിൻ്റെ അവിടെ കർട്ടൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അകത്തെന്തോ നിഴലിണങ്ങുന്ന പോലെ മാത്രം കാണാം, അല്ലാതെ വ്യക്തമായിട്ടൊന്നും കാണില്ല. ആകാംക്ഷയും കൂടി. ടീച്ചർ പലതും പറഞ്ഞ് എന്തൊക്കെയോ രസിച്ച് കരയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഇത്തിരി കഴിഞ്ഞപ്പോൾ ആണിൻ്റെ ശബ്ദവും ഞാൻ കേട്ടു തുടങ്ങി. നല്ലൊരു ശബ്ദമാണ്. ഇത്തിരി പ്രായമുള്ള ആളാണെന്ന് എനിക്ക് തോന്നി. പിന്നെന്തിനാണ് ഇവർ വിച്ചുമോനെ വിച്ചുമോനെ എന്ന് വിളിക്കുന്നത്? ആരായിരിക്കും അത്? എനിക്ക് ആകെ കൂടി ആകാംക്ഷയും കൗതുകവും എല്ലാം അങ്ങ് ഉണർന്നു. ആ ഒരു ജനലിൻ്റെ കട്ടനൊന്ന് ജസ്റ്റ് മാറ്റി നോക്കിയിരുന്നെങ്കിൽ അതിനകത്ത് എന്താണെന്ന് കാണാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ ശബ്ദം കേൾക്കാതായപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് നോക്കി. മാഡം, നേരെ ഒരു വിടവ്. ആ സമയത്ത് എനിക്ക് മനസ്സിലായി അവരിടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്താണെന്നും. ഞാൻ നോക്കുമ്പോഴുണ്ട് ടീച്ചർ പെട്ടെന്ന് മുട്ടുകുത്തി ആ ഒരു കട്ടിലേക്ക് കയറുന്നു.
അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഷൂ, ഞാൻ അവരുടെ ആ ഒരു രീതി കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഇത്തിരി കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും നോക്കി കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പുറകിൽ നിൽക്കുന്ന ആളെ കണ്ടത്. യൂ, ലക്ഷ്മി ചേച്ചിയുടെ ഭർത്താവാണ്. അങ്ങയുടെ പേര് വി ചേർത്ത് എന്തോ ആണ്, പക്ഷെ വിച്ചു എന്നൊന്നുമല്ല. ഓ, ഇവർ ചെല്ലപ്പേര് വിളിക്കുന്നതായിരിക്കും എന്നെനിക്ക് തോന്നി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ കണ്ണടച്ചുകൊണ്ട്, മോനെ, നീ കുറേ നാളെ വെള്ളോടാൻ നിർത്തിയിട്ടും എന്താടാ നിനക്ക് ഒരു ചിന്ത? ഒന്നുമില്ല ചേച്ചി, അപ്പുറത്തെന്തോ ശബ്ദം കേട്ടതുപോലെ. അത് മഴ പെയ്തെന്തെങ്കിലും വീണതായിരിക്കും. ഇനിയിപ്പോൾ അമ്മയാണെങ്കിലും പുള്ളിക്കാരി അവിടുന്ന് എഴുന്നേറ്റൊന്നും വരില്ല. ചെക്കൻ ഇവിടെ ഇല്ലല്ലോ, അവൻ 5-6 ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ. അവധിക്ക് അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയതല്ലേ. നീ ഇങ്ങനെ വെറുതെ എന്നെ മോഹിപ്പിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എത്ര നേരമായിട്ട് മെനക്കെട് കാണാം. നീ അല്ലേ പറഞ്ഞത് ഇത് പുതിയ രീതിയാണെന്ന്? നീ എന്താ പിന്നെ നിർത്തിയതാ? ഓ എൻ്റെ പൊന്നു ചേച്ചി, ഒന്ന് ക്ഷമിക്കുക, ഞാൻ പ്രവർത്തന നിരതനായിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, പ്രവർത്തിക്കൂ മോനെ, പ്രവർത്തിക്കൂ. പ്രവർത്തനം നീ നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. എടാ, ലക്ഷ്മി ഇതുപോലൊക്കെ ഉണ്ടോ എന്ന് വെച്ചപ്പോഴേക്കും അവൾ മാണോ ഇല്ല കോണോ ഇല്ല, ചേച്ചിക്ക് എന്താ? അവളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എനർജിയോടെ അങ്ങ് പോകും. പോടാ കള്ള, നീ അവളും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ? എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നീ വന്നിട്ട് എന്നെ പുകഴ്ത്തുകല്ലേന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല ചേച്ചി, ചേച്ചിയാണ് യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം. പക്ഷെ ചേച്ചി കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അവളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായില്ലേ. ദാമ്പത്യത്തിന് തടസ്സമില്ലാതെ എനിക്ക് അവളെയും വേണം ചേച്ചിയും വേണം. ആരാടാ മനോഹരി, നീ പറ. അപ്പോൾ അവൻ പറഞ്ഞു, 100%, 150% ചേച്ചി തന്നെയാണ് മനോഹരി. എങ്കിൽ മനോഹരിയുടെ മനോഹാരിത നീ സ്വന്തമാക്കടാ കുട്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി തന്നെയല്ലേ വാചകം അടിക്കുന്നത്? ഓ, ഞാൻ ഇനി മിണ്ടുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, മിണ്ടണം, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ചേച്ചി ആസ്വദിക്കുന്ന ആ ഒരു സംസാരം എനിക്ക് വേണമെന്നും. അതെൻ്റെ പൊന്നെ മോനെ, അതിനെന്താ, ഒരു പ്രശ്നമില്ല കുട്ട. അപ്പോൾ തന്നെ എന്തോ ഒന്ന് തെന്നി വീഴുന്ന പോലൊരു ശബ്ദം കേട്ടു. അപ്പോഴേക്കും ടീച്ചർ അലറാൻ തുടങ്ങി. പിന്നെ അവർ സരിഗമയാണോ പാടുന്നത് അതോ പതനിസയാണോ പാടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ സ്വരങ്ങളാകെ വാരി വിതറുകയായിരുന്നു. മാഡം, അത് ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ മാറും. അങ്ങനെയൊരു 10-25 മിനിറ്റായി കാണും. അപ്പോഴേക്കും ടീച്ചർ എന്തൊക്കെയോ സൂചനകൾ നൽകി തുടങ്ങി. അങ്ങനെ വലിയൊരു അലർച്ചയിൽ അത് അവസാനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് കർട്ടൻ്റെ സൈഡിൽ കൈവച്ചതാണ് മാഡം. പക്ഷേ കർട്ടൻ തെന്നിപ്പോയി. ഞാൻ പെട്ടെന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി, അവരും എൻ്റെ മുഖത്തേക്ക് നോക്കി. പുള്ളിക്കാരി പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ എന്നെ കണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു മാഡം. പിന്നീട് അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. അയാൾ എന്നെ കണ്ടു കാണാൻ വഴിയില്ല. കാര്യം അങ്ങേരെ മേൽപോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. എന്തായാലും എന്നെ ടീച്ചർ കണ്ടെന്ന് ഉറപ്പാണ്. പിന്നീട് ഞാൻ മഴയൊന്നും ഓർത്തില്ല. മഴ നനഞ്ഞ് ഞാൻ വീട്ടിൽ ഓടിക്കേറി. എന്നെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ കൂടി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നി. ഒന്നാമത് അവരുടെ ഭർത്താവല്ല കൂടെ ഉള്ളത്. ആ രഹസ്യബന്ധം ഞാൻ കണ്ടുപിടിച്ചു. അവരെന്നെ കാണുകയും ചെയ്തു. ഇനിയിപ്പോൾ അവരുടെ മുഖത്ത് ഞാനങ്ങനെ നോക്കും, അവർക്ക് എന്നെ ഫേസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുമാത്രമല്ല, ലക്ഷ്മി ചേച്ചിയുടെ ഭർത്താവുമാണ്. ലക്ഷ്മി ചേച്ചി ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. പക്ഷേ ചിലപ്പോൾ ടീച്ചർ അയാളുടെ ഈ കാര്യം പറയും. അയാൾ എന്നെ രഹസ്യമായി കയ്യിൽ കിട്ടിയാൽ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയി. ശരിക്കും എനിക്ക് അന്ന് രാത്രി ഉറക്കം വന്നില്ല. ഞാൻ വീടിന് പുറത്തിറങ്ങില്ല മാഡം. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത്. ആ സമയത്ത് ടീച്ചറെ കാണല്ലേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കണ്ടില്ല. പക്ഷേ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുറന്നല്ലോ. ആ സമയത്ത് എന്തായാലും ട്യൂഷന് പോകാതെ പറ്റില്ല. അങ്ങനെ ഞാൻ ട്യൂഷന് പോയി. ഒരു കള്ളനെ പോലെയാണ് ഞാനിവിടെ പോയത്. ശരിക്കും അവരാണ് അവരുടെ ഭർത്താവിനോട് ചതി കാണിച്ചത്. പക്ഷേ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചതും വിഷമിച്ചതും ഞാനായിരുന്നു. ആ പ്രായം അങ്ങനെയല്ലേ മാഡം? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പുള്ളിക്കാരിയെ മുഖത്തോട് മുഖം നോക്കാതെ ഇങ്ങനെ ഇരുന്നു. പുള്ളിക്കാരി പക്ഷേ ഒരിക്കലും ഭാവവ്യത്യാസമൊന്നും കാണിച്ചില്ല. എല്ലാ സമയത്തെ പോലെ സ്വഭാവമായിട്ട് പെരുമാറി. അത് കണ്ടപ്പം എനിക്കൊരു സംശയം, ചിലപ്പോൾ എന്നെ കണ്ടു കാണില്ലേ, ആരെങ്കിലും ഓടിപ്പോകുന്നതായിട്ട് തോന്നിക്കാണും. അത്രേ ഉള്ളൂ. ഞാനാണെന്ന് മനസ്സിലായി കാണില്ല. മഴയൊക്കെ അല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. 2-3 ദിവസം പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവർ എന്നെയും മറന്നു, ഞാൻ അവരെയും മറന്നു എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ മനസ്സ്. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം പുള്ളിക്കാരനോട് പറഞ്ഞു, നീ നാളെ 4 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരണമെന്ന്. ഞാൻ ചോദിച്ചു, എന്തിനാ ടീച്ചറെന്ന്. അപ്പോൾ പറഞ്ഞു, അത് ഞാൻ വന്നിട്ട് പറയാം. നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ഈ കാര്യമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് ടീച്ചറെ, നീ ഇപ്പം മിണ്ടരുത്. വഴക്ക് പറയാനൊന്നുമല്ല, നിന്നോട് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. അതൊന്നുമല്ല, നീ ഇങ്ങ് വന്നാൽ മതി. നീ പേടിക്കേണ്ട കാര്യമല്ല.
സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഭയാശങ്കകളോടുകൂടിയാണ് ഞാൻ ടീച്ചറുടെ വീട്ടിൽ പോയത്. അന്നേരം അവിടെ മകനില്ല, അവനെ എങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് പിന്നെ വയ്യല്ലോ. അകത്തേക്ക് കഴിഞ്ഞപ്പോഴേക്കും സ്വീകരണ മുറിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നു. അപ്പോൾ ടീച്ചറിനോട് പറഞ്ഞു, ഞാൻ എന്തിനാ വിളിപ്പിച്ചതെന്ന് നിനക്കറിയാമോന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ചറിയാം. കുറച്ചേ നിനക്കറിയുള്ളൂ, നീ മുഴുവനും അവിടെ നിന്ന് കാണുമല്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എന്തിനാ നീ വന്ന് നോക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഞാൻ നോക്കാൻ വന്നതല്ല, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് മഴ പെയ്തത്. മഴ നനയാതിരിക്കാൻ വേണ്ടി ഞാൻ ചോരി നിന്നാണ്. ആ സമയത്തുണ്ട് അകത്തെന്തോ ശബ്ദം. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടത്. അപ്പോൾ ഞാൻ അറിയാതെ ഒരു ജനൽ ഇങ്ങനെ തുറന്നു കിടക്കല്ലേ, അവിടെ നോക്കി കഴിയുമ്പോൾ കർട്ടന ഉണ്ടായിരുന്നു. അതിങ്ങനെ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ മാറ്റി നോക്കി. ഇടയ്ക്ക് ഞാൻ കണ്ടു. പിന്നെ അവസാനമായപ്പോഴില്ലേ വിരൽ വെച്ചപ്പം പെട്ടെന്ന് നീങ്ങിപ്പോയി കർട്ടന്. അങ്ങനെയാണ് ടീച്ചർ എന്നെ കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ ഞാൻ നിന്നൊരു കാര്യം പറയാം. ലക്ഷ്മിയുടെ ഭർത്താവാണെന്ന് നിനക്കറിയാമല്ലോ, നിങ്ങളുടെ അടുത്ത ബന്ധുവല്ലേ ലക്ഷ്മി. ഞാൻ പറഞ്ഞാണ് മോനീ കണ്ടത്, ആരോടെങ്കിലും പറഞ്ഞു? ഞാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നുമോൻ ആരോടും പറയരുത്. ടീച്ചർക്ക് ഭർത്താവില്ലേ, ഇങ്ങനെ കാണിക്കുന്ന തെറ്റല്ലേ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, അത് നിനക്കിപ്പോൾ മനസ്സിലാകില്ല. ഒരു 1.5 വർഷം കഴിയുമ്പോൾ നിനക്ക് പ്രായപൂർത്തിയാകും. പ്രായപൂർത്തിയായവർക്ക് നല്ല ആവശ്യങ്ങളുണ്ട് മോനെ. മനസ്സിനും ശരീരത്തിനും ഭർത്താവെന്ന് പറയുമ്പോൾ നല്ല സ്നേഹമുള്ളവനായിരിക്കണം. അതുമാത്രമല്ല അങ്ങേര് ഒരാണായിരിക്കണം. ആണത്വം എന്താണെന്ന് എനിക്കിപ്പോൾ നിന്നോട് പറഞ്ഞു തരാൻ പറ്റില്ല. നീ ഒരു കൊച്ചു പയ്യനാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം മോനോട് പറയാം, ടീച്ചറിൻ്റെ വിവാഹ ജീവിതം ഒട്ടും നല്ലതല്ല. നരകത്തിലാണ് ടീച്ചർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് നല്ല രീതിയിൽ പെരുമാറണ്ടേ? അതും എനിക്കില്ല. എങ്ങനെയൊരു കുട്ടി ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ മോനെ. പുറം ലോകത്ത് നോക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഞാൻ നല്ല ഭാഗ്യവതിയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. അയാൾ എന്നെ ഒരു ജോലിക്ക് പോലും വിട്ടിട്ടില്ല. ഞാനിവിടെ തളച്ചു കിടക്കുകയാണ്. പിന്നെ മോനറിയാമോ, ഇവിടെ ഈ പിള്ളേരെല്ലാം വരുന്നതാണ് എനിക്കൊരാശ്വാസം. എന്നാലും ലക്ഷ്മി ചേച്ചിയുടെ ഭർത്താവ് അതെനിക്കറിയില്ലടാ. അവൻ കടയിലൊക്കെ പോകുമ്പോൾ എന്നെ കാണുമ്പോൾ സംസാരിക്കും. എന്നോട് ഇഷ്ടമാണെന്ന് അവനാ പറഞ്ഞത്. അത്രയും സുന്ദരനായ ഒരു ചെക്കൻ. പിന്നെ അവൻ ഇവിടെ വന്ന് അവൻ്റെ ഭാര്യ വീട്ടിൽ താമസമാക്കിയതല്ലേ. അവനും കുറേ കഥകളും കാര്യങ്ങളൊക്കെ എന്നോട് പറയാനുണ്ട്. അവനും ഇത്തിരി പ്രശ്നമുണ്ട് ഫാമിലിയിലൊക്കെ അവൻ്റെ വീട്ടിൽ. അതൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് അടുത്ത് പോയതാണ് മോനെ. ഞങ്ങളുടെ മനസ്സ് തമ്മിൽ നന്നായിട്ട് ചേരും. ആരും അറിയാതെ അവനും ഞാനും സ്നേഹം പങ്കിടുകയായിരുന്നു. എനിക്ക് വേണ്ടേ ജീവിതത്തിൽ സംതൃപ്തി. നീ നല്ല വിവരമുള്ള കുട്ടിയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഈ പ്രായത്തിൽ ഞാൻ പറയുന്നതിൻ്റെ 80% മനസ്സിലാകും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ ഇതാരോടും പറയരുത്, രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എനിക്ക് സത്യം ചെയ്താലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സത്യം ചെയ്യാമെന്ന്. അങ്ങനെ ഒരു ദേവിയെ പിടിച്ച് ഞാൻ ടീച്ചർക്ക് ആണിട്ട് കൊടുത്തു. ടീച്ചർ ഉടനെ എന്നെ കെട്ടിപ്പിടിച്ചു, എൻ്റെ കവിളിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു സുന്ദരനാണ്. നിനക്ക് ശരിക്കും ലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ ആ ഒരു പ്രായമായിരുന്നെങ്കിൽ നിന്നെ ആയിരിക്കും ഞാൻ എന്നും സ്വീകരിക്കുക. അത്രയ്ക്കും ഇഷ്ടം എനിക്ക് നിന്നോടുണ്ട് മോനെ എന്ന് പറഞ്ഞ് ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ ആ പ്രായത്തിൽ എൻ്റെ മനസ്സൊന്ന് ഇളകിപ്പോയി. പിന്നീട് ടീച്ചർ പലപ്പോഴും എന്നോട് ആരുമില്ലാത്ത സമയത്ത് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥകളൊക്കെ വർണ്ണിച്ചു പറയും, ഭർത്താവിൻ്റെ കുറ്റങ്ങളുമൊക്കെ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ അഭേദ്യമായൊരു ബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ 18ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു കേക്കും വാങ്ങി ടീച്ചർക്ക് കൊടുക്കാൻ പോയി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിനക്ക് 18 വയസ്സായോ? പിന്നെ ഞാൻ ഡിഗ്രി അല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ടീച്ചർ പറഞ്ഞു, എടാ നീ ട്യൂഷന് വന്നില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഡിഗ്രിക്ക് ചേർന്നത് പിന്നെ ട്യൂഷൻ വേണമെന്ന്. എനിക്കൊരാശങ്ക. അവിടെ നിന്ന് വലുതായിട്ടൊന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. എടാ നല്ല മാർക്ക് ഡിഗ്രിക്ക് മേടിക്കണം, അല്ലാതെ SLCക്കും +2നും മാത്രം പോരാ എന്ന് പറഞ്ഞു. നീ ഇനി വാ, ട്യൂഷന് ബോറടിക്കും ടീച്ചറെ. എടാ ബോറടിയൊന്നുമില്ല, നീ ആഴ്ചയിൽ 3 ദിവസം വന്നാൽ മതി, നിന്നെ ഞാൻ പഠിപ്പിക്കാം. അതുമാത്രമല്ലടാ, നിനക്കിപ്പം 18 വയസ്സായില്ലേ? അതിന് എടാ പൊട്ടാ, 18 വയസ്സാകുമ്പോൾ എല്ലാത്തിനുമുള്ള ലൈസൻസായി. ടീച്ചർ നിന്നെ ഇവിടെ കാത്തിരിക്കുകയാണ്. നിനക്കെന്നെ ഇഷ്ടമല്ലേ? അപ്പോൾ ലക്ഷ്മി ചേച്ചിയുടെ ഭർത്താവും അവൻ ഗൾഫിൽ പോയെന്ന് നീ അറിഞ്ഞില്ലേ? പിന്നെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അവനിപ്പോൾ പോയിട്ട് 3-4 മാസമായി. എനിക്കിപ്പം മറ്റാരുമില്ല. ഇനിയിപ്പം ഞാൻ ആരെയും സ്വീകരിക്കുന്നുമില്ല. നീ ഇങ്ങനെ തടിമാടനായിട്ട് വളർന്നു നിൽക്കല്ലേ? ലക്ഷ്മിയുടെ ഭർത്താവിനേക്കാൾ എത്രയോ നല്ലതാണ് നീ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാടാ വേറെ ആളെ തിരയുന്നത്?
നീ വരുമോ എന്ന് ചോദിച്ച് ടീച്ചർ എന്നെ അടപടലം കെട്ടിപ്പിടിച്ചു. എൻ്റെ മനസ്സാകെ മാറിപ്പോയി. ഞാൻ വരാൻ ടീച്ചർ എന്ന് പറഞ്ഞു. നീ വരണം, നിനക്ക് ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ തെറ്റുകൾ അറിയാവുന്ന നീയാണ്, എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന നീയാണ്, ഇനി നീയാണ് എൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു. മാഡം, ആ പ്രായത്തിൽ ഞാനങ്ങ് മയങ്ങിപ്പോയി. ടീച്ചർ പറഞ്ഞു, നീ എനിക്ക് കേക്ക് തന്നു, പക്ഷേ ഞാൻ ചിലത് പരതി കണ്ടുപിടിക്കും. 18ൻ്റെ ആ ഒരു ഇളമയും സ്വരുമയും നിനക്കുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ടീച്ചർ കൈകൾ കൊണ്ട് ഭൂപടം വരച്ച് ഭൂഗോളം മുഴുവനും തിരിച്ചൊന്ന് കാണിച്ചു. അങ്ങനെ ഞാൻ ഈ 7-14 ലോകവും ഒന്നിച്ചു കണ്ടു. ടീച്ചറിൻ്റെ മാസ്മരികത അന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ട്യൂഷനാണെന്ന് പറഞ്ഞ് പോകുന്ന മിക്ക ദിവസങ്ങളിലും ഞാനും ടീച്ചർ മാത്രമേ അവിടെ കാണുകയുള്ളൂ. മകനെ എവിടേക്കെങ്കിലും പറഞ്ഞയക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ടീച്ചർ ശാസ്ത്രീയമായ ഓരോ സ്റ്റെപ്പും എടുത്ത് എന്നെ പഠിപ്പിച്ച് വിശാലമായ ലോകത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. ടീച്ചർ എന്നോട് പറഞ്ഞത്, നീ എക്സ്പെർട്ട് ആകണം, എങ്കിൽ മാത്രമേ നിൻ്റെ ഭാര്യ നിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. എനിക്കാണെങ്കിൽ എന്ത് കിട്ടിയാലും പഞ്ചാമൃതം എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ അത്രയ്ക്കും ഡീപ്പായ ഒരു ബന്ധമായിരുന്നു മാഡം. അവർക്ക് ഒന്നിനെക്കുറിച്ച് പേടിയില്ലായിരുന്നു. ഞാൻ പറയും, ചേച്ചി എന്തെങ്കിലും സംഭവിച്ചാലൊന്ന്. സംഭവിച്ചെന്താ, ഭർത്താവെന്ന് പറഞ്ഞൊരു കോന്തനില്ലേടാ, അയാളുടെ അക്കൗണ്ടിലേക്ക് ഞാനങ്ങ് കണക്ക് കൂട്ടും. എൻ്റെ മകൻ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല, എല്ലാം എൻ്റെ മോനെ ചൊരിയൂ എന്നായിരുന്നു ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കും പിന്നെ മുന്നും പിന്നെ നോക്കാനൊന്നും ഇല്ലായിരുന്നില്ല മാഡം. PGക്ക് ഞാൻ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. ആ സമയത്ത് എനിക്കങ്ങനെ വരാനോ കാണാനോ പറ്റിയില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല പരിഭവം ഉണ്ടായിരുന്നു. നീ നാട്ടിൽ തന്നെ പഠിക്കണമായിരുന്നു, എന്നെ നീ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പലപ്പോഴും കണക്ഷൻ നിലനിർത്താൻ സാധിച്ചില്ല. അവസാനം അവർ വലിയൊരു വഴക്കുണ്ടാക്കി. എടാ, നിനക്കാണെങ്കിൽ ബാംഗ്ലൂരിലെ ജീവിതമായിരിക്കും ഇഷ്ടം, നിനക്ക് അവിടെ കുറേ പെണ്ണുങ്ങളും കാണുമായിരിക്കാം, നീ എന്നെ അവോയ്ഡ് ചെയ്യുകയാണ്. നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് എന്നെ കൺസിഡർ ചെയ്തേനെയും. പക്ഷെ നീ വരില്ല, നിനക്ക് വരാൻ പറ്റുമെങ്കിൽ നീ വരില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പല എക്സ്ക്യൂസുകൾ പറഞ്ഞെങ്കിലും അവരെ അവോയ്ഡ് ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവസാനം ഞങ്ങൾ തമ്മിൽ ഉടക്കായി. അവരെ എന്നെ എന്തൊക്കെയോ തെറിയും പറഞ്ഞ് ബ്ലോക്ക് ആക്കിപ്പോയി. കാര്യം എൻ്റെ അവസ്ഥ അവർക്കറിയില്ലല്ലോ. അവർക്ക് ഇരിക്കപ്പുറതിയില്ല. എന്നേക്കാൾ നല്ല ആണുങ്ങൾ ആ നാട്ടിലുണ്ടെന്നും അതിനേക്കാൾ നല്ല സുന്ദരന്മാരെ അവർ പഠിപ്പിക്കുന്നുണ്ടെന്നും നീ പോയാൽ 100 കണക്കിന് ആളുകൾ എന്നെ ചുറ്റിപ്പറ്റി വരും എന്നൊക്കെ പറഞ്ഞാണ് അവർ ബ്ലോക്ക് ചെയ്ത് പോയത്. ഞാനും പുറത്തു, ഇനിയിപ്പം റിസ്ക് ആണ്, അങ്ങനെ പോയെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബാംഗ്ലൂർ ലൈഫുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാഡം ജോലിയൊക്കെ സമ്പാദിച്ചു. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞ് ജോലിയും സമ്പാദിച്ചു. അപ്പോൾ കുറച്ച് നാളൊക്കെ ആയല്ലോ. അവരെ പിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാറില്ല, അവരും എന്നെ മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ അങ്ങ് പോയി. എൻ്റെ കല്യാണവും പെട്ടെന്ന് കഴിയുകയും ചെയ്തു മാഡം. ഞാനും ഭാര്യയും കൊച്ചി ബേസ്ഡാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിൽക്കേണ്ടി വന്നു. ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്നാണ് ജോലിക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ കാണാൻ വരുന്നത് പോലെ വന്നു. ആ സമയത്ത് അമ്മയുടെ മനോജ് എന്നോട്, ആഹാ മോനെ, നീ ഒത്തിരി കാലമല്ലോടെ കണ്ടിട്ട്, എങ്ങനെയുണ്ട് ജോലി, എങ്ങനെയുണ്ട് ഭാര്യയുടെ ജോലി എന്നൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാം ഓക്കെയാണ് ടീച്ചറെ എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞ് മുറിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവർ എന്നെ കണ്ണ് കാട്ടി വിളിച്ചു. ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, എവിടെ നിൻ്റെ ഭാര്യ? ഞാൻ പറഞ്ഞു, അവൾ ഓഫീസിൽ പോയിക്കാണ്. നീ പോയില്ലേ? ഇല്ല, ഇന്ന് ഞാൻ പോയില്ല, കാര്യം ഇവിടെ നോക്കാൻ നിന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവർ ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുത്ത് നിന്നു എന്ന്. അപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി ഒരു കൈകടത്തൽ നടത്തി. ഞാൻ ഞെട്ടിപ്പോയി മാഡം. ഞാൻ പറഞ്ഞു, ടീച്ചറെ വിടുന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നീ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാര്യം നീ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ അങ്ങ് മാറി. നിനക്ക് ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞപ്പോൾ കിട്ടിയാണോടെ ഇവളുമായിട്ട് അന്നേ പ്രണയമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച കല്യാണമാണെന്ന്. അവളെ കാണാൻ എന്തൊരു കൊള്ളാവടാ, ഇവളെയാണ് നിനക്ക് അവസാനം കിട്ടിയത്, നല്ലൊരു ചെറുക്കനെ കൊണ്ട് കാടിക്കുഴി ചാടി എന്ന് പറഞ്ഞിട്ട് അവർ എന്നോട് കൂടുതലെടുത്തു. ഞാൻ പറഞ്ഞു, ടീച്ചറെ ടീച്ചറൊന്നും വിളിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, അവളെക്കാൾ എന്തുകൊണ്ട് ബെറ്ററാണ് ഞാൻ. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് അങ്ങോട്ട് വരിക, ഞാൻ വിളിക്കാൻ നിന്നെ, നിന്റെ നമ്പർ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്പർ തരില്ലെന്നും. നമ്പർ തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിന്നെ വിളിക്കും, അപ്പോൾ നീ വന്നാൽ മതി, വരണം. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. നിന്റെ ഭാര്യയില്ലേ, അവളോട് ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങ് പറയും, ടീച്ചറാണ് ആദ്യാക്ഷരം പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ടീച്ചറിനെ ഇങ്ങോട്ട് കയറി നീ ആദ്യാക്ഷരം പഠിപ്പിച്ചു എന്ന് പറയും. അതോടുകൂടി കാര്യങ്ങളെല്ലാം അങ്ങ് തകടം മറിയും. നിന്റെ നല്ല ദാമ്പത്യമില്ലേ, അതങ്ങ് ചുക്കി ചുരുങ്ങി അങ്ങ് പോകും. ഉള്ളത് നന്നായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ സന്തോഷം
സന്തോഷിപ്പിക്കൂ. ഞാൻ പറഞ്ഞ ടീച്ചർക്ക് ഇഷ്ടംപോലെ സുന്ദരന്മാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, അവരൊക്കെ ഇപ്പോഴും ആക്റ്റീവ് അല്ലേ, അതൊക്കെ ആയിരിക്കുമെടാ. അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. എൻ്റെ ആവശ്യം എനിക്കിഷ്ടമുള്ളപ്പോൾ എനിക്കിഷ്ടമുള്ളവരൊത്തല്ലേ നടക്കേണ്ടത്. ഞാൻ വിളിക്കുമ്പോൾ നീ വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നീ വരും. നിൻ്റെ ഭാര്യയോട് ഞാൻ എല്ലാം പറയും, ആരറിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. അവരിപ്പോൾ പറഞ്ഞിട്ട് 10-15 ദിവസം കഴിഞ്ഞു മാഡം. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോൾ പേടിയാണ്. എനിക്ക് അവരുടെ കൂടെ ഇനിയൊരു ബന്ധത്തിന് താല്പര്യമില്ല. അങ്ങനെ റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് നല്ല സ്നേഹമാണ്, അത് തകർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകണമെന്നാണ് താല്പര്യം. മാഡം, ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? ഇടയ്ക്കൊരു ദിവസം അവരെന്നോട് ചോദിച്ചു, നീ എന്നാ വരുന്നതെന്ന് പറയൂ, നിനക്ക് കുറച്ച് ദിവസം കൂടെ ഞാൻ അവധി തരും, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയറി വരുമേ എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കത് കേൾക്കുമ്പോൾ നല്ല പേടിയുണ്ട് മാഡം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ആവശ്യത്തിൽ കൂടുതൽ ഊർജ്ജമുള്ള ആഗ്രഹങ്ങളുള്ള സ്ത്രീകൾ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ വരുംവരായകളൊന്നും നോക്കാതെ പ്രതികരിച്ചെന്നിരിക്കും. അവർക്ക് അവരുടെ ആവശ്യങ്ങളാണല്ലോ വലുത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷന്മാരോ ഒക്കെ ആയിരിക്കും വലുത്. അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട്. എന്തായാലും അവരുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവരുടെ രഹസ്യ ബന്ധങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും വരെ നല്ല പേരുള്ള ഒരു ട്യൂഷൻ ടീച്ചറാണ്. നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. കാര്യം ഇനിയൊരു ബന്ധം തുടങ്ങാൻ അവർക്ക് ആഗ്രഹമുണ്ട്. കാര്യം അവരവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയായിരിക്കും, ഇപ്പം ആരും കാണില്ലായിരിക്കാം. അതിന് പറയുന്നതാണ്. ആ ഒരു പേടിപ്പിക്കലിന് മുന്നിൽ നിങ്ങൾ ഒരിക്കലും വഴങ്ങരുത്. നിങ്ങൾ അവർ വരുമ്പോൾ പറയുക, സ്ട്രോങ് ആയിട്ട് പറയുക, എനിക്ക് ഒട്ടും താല്പര്യമില്ല ടീച്ചറിൻ്റെ പാട്, എനിക്ക് എൻ്റെ പാട്. കാര്യം പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവിടെ കുഴിച്ചു മൂടി. ടീച്ചറുടെ രഹസ്യങ്ങൾ ഞാൻ ആരോടും പറയില്ല, എൻ്റെ കാര്യങ്ങളും പറയാതിരിക്കുക. ഇനിയിപ്പോൾ ടീച്ചർ ഇവിടെ വന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞ് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനും ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയും, ആദ്യം മുതൽ കണ്ട കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയുക, എനിക്ക് പ്രായപൂർത്തിയാകാത്ത സമയത്താണ് ടീച്ചർ എങ്ങനെ പെരുമാറിയെന്ന് ഞാനും പറയും. ഞാൻ കണ്ട കാഴ്ചകൾ എല്ലാവരോടും പറയും. അപ്പോൾ ടീച്ചറുടെ റെപ്യൂട്ടേഷനും പോകും. കുട്ടികളെ വിശ്വസിച്ച് ആളുകൾ എങ്ങനെ വീട്ടിലേക്ക് അയക്കും? അതോടുകൂടി എല്ലാ രീതിയിലും ടീച്ചർക്കാണ് ദോഷം ഉണ്ടാകുന്നത്. എന്തിനാണ് നമ്മൾ വെറുതെ ശത്രുക്കളാകുന്നത്? അവരവരുടെ ജീവിതം നോക്കി അങ്ങ് പോവുക. രഹസ്യങ്ങളായിട്ടിരിക്കട്ടെ എന്ന് ടീച്ചറോട് പറയുക. ഇനിയിപ്പോൾ എന്ത് വന്നാലും അവരെ വിളിക്കുകയോ അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. ശക്തമായിട്ട് എതിർക്കുക, കണ്ടില്ലാത്ത ഭാവം നടിക്കുക. അവരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും കുലുങ്ങരുത്. പ്രായപൂർത്തിയാകാത്ത നിങ്ങൾ കണ്ട കാഴ്ചകളിൽ കൂടിയാണ് അവർ ഇതെല്ലാം നേടിയെടുത്തത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരടങ്ങും. നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോ ആയിരിക്കണം. ഇനി അഴകുളത്തിന് പോകേണ്ട കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലുള്ള സാഹചര്യങ്ങൾ ഇനിയും ഇഷ്ടംപോലെ ഉണ്ടാകും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പം നിങ്ങളതിലേക്ക് ഇനി പോകേണ്ട കാര്യമില്ല. അവരെ പറഞ്ഞു തന്നെ നിർത്തുക. ഉടക്കും വഴക്കൊന്നും ഉണ്ടാകാതെ ശാന്തമായിട്ട് പറഞ്ഞ് നല്ല രീതിയിൽ ഉറപ്പിച്ച് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുക. അത് മതി. കാര്യം നിങ്ങൾ വളരെ ചെറുപ്പമായിരുന്നല്ലോ. ആ ഒരു പോയിൻ്റൊക്കെ ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവർ വേറെ ആരെങ്കിലും നോക്കിപ്പോകും. പക്ഷേ നിങ്ങളൊരു ദുർബലനായതുകൊണ്ടാണ് അവർ വന്ന് ഇങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ കാലത്ത് അത്രയ്ക്ക് അങ്ങോട്ടൊന്നും ആരും വന്ന് കയറി ഇങ്ങനെ പറയില്ല. അപ്പോൾ സ്വഭാവം മനസ്സിലാക്കി പറയുന്നതാണ്. നമ്മൾ അത്തരക്കാരല്ല എന്നുള്ളത് ഉറപ്പിച്ചങ്ങോട്ട് പറയുക.